ഈ മേളിട്ടിരിക്കുന്ന ഒരു പടത്തിൽ 2 ക്യാൻഡിൽസാണത്. ഒരു ചാർട്ട് ഉണ്ടാകുന്നതിൻ്റെ മെയിൻ കണ്ടൻസാണ് ഈ ക്യാൻഡിൽസ്. ഈ പല പല ആകൃതിയിലും ഷേപ്പിലും വലിപ്പത്തിലും കളറിലും വരുന്ന ക്യാൻഡിലിൻ്റെ വെച്ചിട്ടാണ് ഒരു ചാർട്ട് ഫോം ചെയ്യുന്നത്. ചാർട്ട് തന്നെ പല ടൈം ഫ്രെയിമിലുണ്ട്. ചാർട്ട് നമുക്ക് ഇയർലി 6 months, 3 months, 1 month, 1 week, 1 day, 4 മണിക്കൂർ, 2 മണിക്കൂർ, 1 മണിക്കൂർ, അങ്ങനെ 1 സെക്കൻഡ് വരെ ഉള്ള രീതിയിൽ കാണാം. ഈ ഏത് ടൈം ഫ്രെയിമിൽ കണ്ടാലും അതിനെ നമ്മൾ അതുകൊണ്ട് അർത്ഥമാക്കുന്ന കാര്യങ്ങൾ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഒരു ചാർട്ടിൽ ക്യാൻഡിൽ സ്റ്റിക്സ് നമ്മൾ നോക്കി കണ്ടു കഴിഞ്ഞാൽ അത് ഏത് ടൈം ഫ്രെയിമാണെന്ന് നോക്കിയിട്ടാണ് അത് വാങ്ങിച്ചിട്ട് എത്ര സമയം കൊണ്ട് നമുക്ക് ലാഭം എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്ര സമയം നമ്മളത് ഹോൾഡ് ചെയ്യണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് ചാർട്ടിൻ്റെ ടൈം ഫ്രെയിം വെച്ചിട്ട്. അപ്പോൾ ഈ ടൈം ഫ്രെയിം എന്നുള്ളത് ഇനി ഞാൻ എവിടെയെങ്കിലും എഴുതുമ്പോൾ TF എന്ന് എഴുതുള്ളൂ. ഷോർട്ട് ഫോമിൽ ടൈം ഫ്രെയിം എന്നുള്ളത് TF എന്ന് മാത്രമായിരിക്കും. പിന്നെ ഈ മേളിട്ടിരിക്കുന്ന പടത്തിൽ നമ്മൾ ആ ഒരു ഗ്രീൻ ക്യാൻഡിൽ കാണുമ്പോൾ, ഗ്രീൻ എന്നുള്ള ക്യാൻഡിൽ എപ്പോഴും മുകളിലേക്ക് പ്രൈസ് പോകുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നു. അതേസമയം റെഡ് ആണെന്നുണ്ടെങ്കിൽ പ്രൈസ് താഴത്തേക്ക് വരുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നു. ഈ മുകളിലേക്ക് പോകുന്ന ക്യാൻഡിലിനെ ബുള്ളിഷ് ക്യാൻഡിൽ എന്നാണ് പറയുന്നത്. അതിൻ്റെ മേളിൽ എഴുതിയിട്ടുണ്ട്. താഴത്തേക്ക് വരുന്നതിനെ ബെയറിഷ് ക്യാൻഡിൽ എന്ന് പറയും. നമ്മൾ ഈ ടെക്നിക്കൽ ടേംസ് അതിൻ്റെ ഒറിജിനൽ വാക്കുകളിൽ പറയണത് നിങ്ങളത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആ ഒരു വാക്കുകളായിരിക്കും നമ്മളിനി അങ്ങോട്ടുള്ള സമയങ്ങളിലുള്ള എൻ്റെ വോയിസിലോ എഴുതുമ്പോഴോ ഞാനത് മെൻഷൻ ചെയ്യുന്നത്. കാര്യം അത് പഠിക്കണം. അതായത് അതിൻ്റെ കറക്റ്റ് രീതിയിൽ പഠിച്ചു പോവുകയാണെങ്കിൽ അടിസ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് പോകുമ്പോൾ എല്ലാവർക്കും സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സ്വന്തമായിട്ട് തന്നെ കണ്ടുപിടിച്ച് പ്രൈസ് മൂവ്മെൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ ചെയ്യുന്നത്. ഈ ഒരു ക്യാൻഡിലിൻ്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ക്യാൻഡിലിൻ്റെ ബോഡി ഉണ്ട്, ആ പച്ച കളർ കാണുന്നത്. അതിൻ്റെ മേളിലേക്ക് താഴത്തേക്ക് 2 കറുത്ത വരകളുണ്ട്. ഈ വരകളുടെ ഏറ്റവും മുകളിലത്തെ ഭാഗം ഹൈയും അതിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗം ലോ. അതായത് ആ ഒരു ടൈം ഫ്രെയിമിൽ ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് 1 hour ടൈം ഫ്രെയിം എടുക്കാം. ആ ഒരു 1 hourൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തുടങ്ങി എൻഡ് ചെയ്ത വരെയുള്ള ഏറ്റവും താഴ്ന്ന വിലയാണ് ആ ലോയിൽ മാർക്ക് ചെയ്യുന്നത്. അതേപോലെ ആ 1 hour സമയത്ത് ഏറ്റവും ഉയർന്ന പ്രൈസ് വന്നതാണ് ഹൈ എന്ന് പറയുന്ന അവിടെ മാർക്ക് ചെയ്യുന്ന പ്രൈസ്. ഹൈയും ലോവും അല്ലാതെ അതിനിടയ്ക്കായിരിക്കും ഓപ്പണും ക്ലോസും സംഭവിക്കുന്നത്. അതായത് ഒരു താഴ്ന്ന പ്രൈസിൽ ഓപ്പണായിട്ട് പ്രൈസ് മുകളിലേക്ക് പോയി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ക്ലോസ് മുകളിൽ എഴുതുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളാം. ക്യാൻഡിലിൻ്റെ ഇത് വെച്ചിട്ട് ഗ്രീൻ കളറായിരിക്കും, അത് മുകളിലേക്ക് പോകുന്ന പ്രൈസ് ആയിരുന്നപ്പോഴാണ് ആ ക്യാൻഡിൽ ഫോം ചെയ്യുന്നത്. അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ചുമന്ന ക്യാൻഡിൽ കാണുമ്പോൾ നമുക്കറിയാം അതിൽ ഓപ്പൺ എന്നുള്ളത് മുകളിലാണ്, ക്ലോസ് എന്നുള്ളത് താഴ്ത്ത്. അപ്പോൾ എന്ന് വെച്ചാൽ പ്രൈസ് താഴത്തേക്ക് വന്നു. ഈ മുകളിലേക്കുള്ള കറുത്ത വര എന്നുള്ളതിന് ഇനി പറയുമ്പോൾ അതിൻ്റെ വിക്ക് എന്നാണ് പറയുന്നത്. അപ്പർ വിക്കും ലോവർ വിക്കും. പിന്നെ ഈ കളർ ചെയ്ത് വരുന്ന ഭാഗത്തിന് ക്യാൻഡിലിൻ്റെ ബോഡി എന്ന് പറയും, അല്ലെങ്കിൽ ആ ക്യാൻഡിലിൻ്റെ റേഞ്ച് എന്നും അതിനെ പറയും.